ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും VC ഡോക്ടർ സിസ തോമസും രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തുണ്ട്. പിണറായി സർക്കാർ വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഊരാളുങ്കലിനെ ഗവർണർ കൈയോടെ പൊക്കുമോ? സമഗ്ര ഓഡിറ്റിംഗിന് ഒരുങ്ങുകയാണ് CAG. ഗവർണർ എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ച് നിർദ്ദേശം നൽകി രംഗത്തുണ്ട്. ഏതായാലും VC ഡോക്ടർ സിസ തോമസ് ചാൻസലറായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഏതായാലും ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റിംഗിനായി പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഗവർണർ. ഒരു മുറിക്ക് 55 ലക്ഷം രൂപ മുടക്കി ഊരാളുങ്കൽ സൊസൈറ്റി നവീകരിച്ചത് എന്താണ് എന്ന ചോദ്യം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. സർവകലാശാലയിലെ അത്രയൊന്നും പഴക്കമില്ലാത്ത ഒരു മുറി നവീകരിക്കാൻ മാത്രമാണ് 55 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. അതേസമയം വയനാട് ദുരന്ത ബാധിതർക്ക് ഒരു വീട് നിർമ്മിക്കാൻ സർക്കാർ ചെലവഴിക്കുന്നത് 26 ലക്ഷം രൂപ. അത്തരത്തിൽ 2 വീടുകൾ നിർമ്മിക്കാനുള്ള പണമാണ് VCയുടെ ഒരു മുറി നവീകരിക്കുന്നതിന് മാത്രമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പലരും പരാതികൾ നൽകിയിരുന്നു. ഏതായാലും ഡോക്ടർ സിസ തോമസും രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ട്. ഇതിനിടെ സിസ തോമസിനെ നീക്കാൻ 18 അടവും പയറ്റുകയാണ് സർക്കാർ. VC സ്ഥിര നിയമനത്തിന് നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ എന്ന ചോദ്യങ്ങളും സജീവമായി ഉണ്ട്. സംസ്ഥാന സർക്കാരിന് നേരെയും CPM-ന് നേരെയും നിരവധി ചോദ്യങ്ങളാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും ഉയർത്തുന്നത്. വയനാട് ഒരു വീടിന് 26 ലക്ഷം, VCയുടെ മുറി മോടിയാക്കാൻ 55 ലക്ഷം. സമഗ്ര ഓഡിറ്റിംഗിന് ഒരുങ്ങുകയാണ് CAG. ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സർക്കാർ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുമ്പോൾ സർവകലാശാലയുടെ സമഗ്രമായ ഓഡിറ്റിന് കളമൊരുങ്ങുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റിംഗിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. അടുത്തുതന്നെ ഇവർ സർവകലാശാലയിൽ എത്തി പരിശോധന നടത്തുമെന്നാണ് സൂചന. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഗ്രഫീൻ ഗവേഷണത്തിനു വേണ്ടി സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിന്റെ പേരിൽ VC ഡോക്ടർ സിസ തോമസ് ചാൻസലറായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലറായ ഗവർണർ സമഗ്രമായ ഓഡിറ്റിംഗിന് CAG-ക്ക് നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രി ചാൻസലറായ സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം വൈസ് ചാൻസലറുടെ മുറി 55 ലക്ഷം രൂപ മുടക്കി ഊരാളുങ്കൽ സൊസൈറ്റി നവീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഡിറ്റിംഗിന് വിധേയമാകും. 2020 സ്ഥാപിതമായ സർവകലാശാലയിലെ അത്രയൊന്നും പഴക്കമില്ലാത്ത ഒരു മുറി നവീകരിക്കാൻ മാത്രമാണ് 55 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. വയനാട് ദുരന്ത ബാധിതർക്ക് ഒരു വീട് നിർമ്മിക്കാൻ സർക്കാർ ചെലവഴിക്കുന്നത് 26 ലക്ഷം രൂപയാണ്. അത്തരത്തിൽ 2 വീടുകൾ നിർമ്മിക്കാനുള്ള പണമാണ് VCയുടെ മുറി നവീകരിക്കുന്നതിന് മാത്രമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സർവകലാശാലയിൽ നടക്കുന്നുവെന്ന ആക്ഷേപമാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് പലരും പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് ഗ്രഫീൻ അരോറ എന്ന് പേരിട്ട പദ്ധതിക്കായി 95 കോടിയോളം രൂപ ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദമാണ് സമഗ്രമായ പരിശോധനകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ ഫണ്ട് സ്വകാര്യ കമ്പനിക്കാണ് ആദ്യം അനുവദിച്ചത്. പിന്നീട് തിരുത്തൽ ഉത്തരവ് വഴി നടത്തിപ്പ് ഏജൻസിയായി ഡിജിറ്റൽ സർവകലാശാലയെ ചുമതലപ്പെടുത്തി. പണം അനുവദിച്ചതിനു ശേഷമാണ് കമ്പനി രൂപീകരിച്ചതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി അനുവദിച്ച 4 കോടിയോളം ചെലവഴിച്ചതിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചാണ് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. പണം പദ്ധതിക്ക് തന്നെയാണ് ചെലവഴിച്ചതെന്ന് തെളിയിക്കുന്ന ബില്ലുകൾ വേണമെന്ന് VC ആവശ്യപ്പെട്ടു. എന്നാൽ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് കമ്പനി പറഞ്ഞത്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അറിയിച്ചപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ബില്ലുകൾ സമർപ്പിച്ചു. എന്നാൽ പദ്ധതിയുമായി ബന്ധമില്ലാത്ത ബില്ലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഫിനാൻസ് വിഭാഗവും രജിസ്ട്രാറും അറിയിച്ചതോടെ VC റിപ്പോർട്ട് ഗവർണർക്ക് നൽകുകയായിരുന്നു. പലതവണ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടി ഇല്ലെന്നും സമഗ്രമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ഇടപെടലുണ്ടായത്. ഭാവിയുടെ പദാർത്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രഫീനിൽ ഗവേഷണ പദ്ധതിക്കായി കേന്ദ്രം 38 കോടിയും സംസ്ഥാനം 48 കോടിയും അനുവദിക്കുമ്പോൾ സ്വകാര്യ വ്യവസായ സംരംഭകരിൽ നിന്ന് 10 കോടി സമാഹരിക്കാനായിരുന്നു തീരുമാനം. ഇതിനു പുറമെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഗ്രഫീൻ പൈലറ്റ് ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കാനായി 237 കോടിയുടെ മറ്റൊരു പദ്ധതിയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ഉന്നയിച്ചപ്പോൾ അക്കമിട്ട് മറുപടി നിരത്തി പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തിറങ്ങിയിരുന്നു. CAG പരിശോധനയ്ക്കെത്തുമ്പോൾ ഡോക്ടർ സിസ തോമസ് VC കസേരയിൽ ഇരിക്കുന്നതാണ് സർക്കാരിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. സിസയെ നീക്കാൻ 18 അടവും പയറ്റുകയാണ് സർക്കാർ. VC സ്ഥിര നിയമനത്തിന് നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ? ഡിജിറ്റൽ സർവകലാശാല VC സ്ഥാനത്ത് നിന്നും ഡോക്ടർ സിസ തോമസിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ സകല വഴികളും നോക്കുകയാണ് സർക്കാർ. സ്ഥിരം VC നിയമനത്തിനായി സർവകലാശാല നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ
നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട 2021 സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഏതായാലും ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ എന്നതാണ് ഇനി നിർണായകം. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ സർവകലാശാല VC-ആയി സർക്കാർ പാനൽ തള്ളി ഗവർണർ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത്. 6 മാസത്തേക്കാണ് നിയമനം. സ്ഥിരം VC-യെ ഉടൻ തന്നെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർവകലാശാല നിയമം ഉൾപ്പെടെ ഭേദഗതി ചെയ്ത കരട് ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വയനാട് CPM-ലെ സംഘടനാ പ്രശ്നങ്ങളിൽ നടപടി. നേതാക്കളായ 4 പേരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടിയെടുത്തത്. AV ജയനെ കൂടാതെ പ്രമുഖ നേതാക്കളെ കൂടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയെന്നാണ് ഇവർക്കെതിരെ ചാർത്തിയ കുറ്റം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പങ്കെടുത്ത പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നടപടി റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നടപടി റിപ്പോർട്ട് ചെയ്യാൻ നേതാക്കൾ എത്തിയെങ്കിലും യോഗത്തിൽ അംഗങ്ങളുടെ സാന്നിധ്യം ശുഷ്കമായിരുന്നു. പാർട്ടിക്ക് കീഴിലുള്ള പാലിയേറ്റീവ് സംഘടനയുടെ ഫണ്ട് പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസ് നിർമ്മിക്കാൻ വായ്പയെ നൽകിയതിൽ നടപടിക്രമം പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് AV ജയനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. സാമ്പത്തിക കുറ്റവാളിയായി പാർട്ടിക്ക് പുറത്തുപോകാൻ താല്പര്യമില്ലെന്നായിരുന്നു ജയൻ നടത്തിയ പരസ്യ പ്രസ്താവന. 2019 നടന്ന സംഭവത്തിൽ ഇക്കഴിഞ്ഞ CPM ഏരിയ സമ്മേളനത്തിന് തൊട്ടു മുൻപാണ് പരാതി ഉയർന്നത്. AV ജയൻ ഏരിയ സെക്രട്ടറി ആകുന്നത് തടയുക എന്ന ഉദ്ദേശത്തിലായിരുന്നു പരാതിയെന്നാണ് ആരോപണം. 4 പതിറ്റാണ്ടായി CPM നേതൃനിരയിലുള്ള ജയൻ പൂതാടി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. AKS ജില്ലാ സെക്രട്ടറിയായ പ്രസാദ് നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. നടപടിക്കെതിരെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനെ നേതാക്കൾ സമീപിച്ചിട്ടുണ്ട്.